എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. ഏപ്രിൽ 3, 1937. ഇന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ കരുണയുടെ തിരുനാളിൽ ആഴമളക്കാനാവാത്ത എൻ്റെ കരുണയെപ്പറ്റി ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട പ്രൊഫസർ ഫാദർ തിയഡോർ ആയിരിക്കാം നടത്തണമെന്ന് പറയുക. ഞാൻ ദൈവഹിതം നിറവേറ്റി. എന്നാൽ ആ വൈദികൻ കർത്താവിൻ്റെ സന്ദേശം അംഗീകരിക്കാൻ തയ്യാറായില്ല. കുമ്പസാരക്കൂടി വിട്ടു പോരുമ്പോൾ ഞാൻ ഈ വാക്കുകൾ കേട്ടു: ഞാൻ പറയുന്നത് അനുസരിക്കുക, പിന്നെ സമാധാനമായിരിക്കുക. ഈ വിഷയം ഞാനും അവനും തമ്മിലുള്ളതാണ്. നീ ഇതിന് ഉത്തരവാദിയായിരിക്കുകയില്ല. ഏപ്രിൽ 4, 1937. പുതുഞായർ, അതായത് കരുണയുടെ തിരുനാൾ ദിനം. രാവിലെ വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഞാൻ ദൈവിക അനുഭൂതിയിൽ നിമഗ്നയായി. ഈശോയുമായി ഐക്യപ്പെടുന്ന വേളയിൽ തന്നെ പിതാവും പരിശുദ്ധാത്മാവുമായി ഐക്യപ്പെടുന്ന വിധത്തിൽ ത്രിത്വത്തിലെ 3 വ്യക്തികളുമായി ഞാൻ ഐക്യപ്പെട്ടു. അഗ്രാഹ്യമായ ആനന്ദത്താൽ എൻ്റെ ആത്മാവ് നിറഞ്ഞൊഴുകി. അവിടുത്തെ ആഴമളക്കാനാവാത്ത കരുണക്കടലും അതിൻ്റെ അഗാധതയും ഞാൻ അനുഭവിക്കാൻ കർത്താവ് തിരുമനസ്സായി. ഓ ദൈവം ആത്മാക്കളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് അവർ ഗ്രഹിച്ചിരുന്നെങ്കിൽ! യഥാർത്ഥവുമായി തുലനം ചെയ്യുമ്പോൾ ഏറ്റവും മൃദുലവും ഏറ്റവും ശക്തവുമായ താരതമ്യങ്ങൾ പോലും വെറും ഒരു നിഴൽ മാത്രമാണ്. ഞാൻ കർത്താവുമായി സായുജ്യത്തിലായിരിക്കുമ്പോൾ ദൈവകരുണയെ മഹത്വപ്പെടുത്തുന്ന എത്ര ആത്മാക്കളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരാധനയ്ക്ക് പോയപ്പോൾ ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: എൻ്റെ വത്സലപുത്രി, ഈ വാക്കുകൾ രേഖപ്പെടുത്തുക. എൻ്റെ ഹൃദയം ഇന്ന് ഈ മഠത്തിൽ ക്രാക്കോവ് ഭവനം വിശ്രമിച്ചു. എൻ്റെ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് ലോകത്തോട് പറയുക. കരുണയുടെ അഗ്നിനാളങ്ങൾ എന്നിൽ കത്തിയെരിയുകയാണ്. അത് മനുഷ്യാത്മാക്കളിലേക്ക് ചൊരിയാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഓ, അവർ അത് നിരസിക്കുമ്പോൾ ഞാൻ എത്ര വേദനിക്കുന്നു. എൻ്റെ മകളെ, കരുണയുടെ ഭക്തി പ്രചരിപ്പിക്കാൻ നിന്നാൽ കഴിയും വിധം സഹകരിക്കുക. നിന്റെ കുറവുകൾ ഞാൻ പരിഹരിക്കാം. ക്ലേശിക്കുന്ന മനുഷ്യകുലത്തോട് എൻ്റെ കരുണാർദ്രമായ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കാൻ പറയുക. ഞാൻ അതിനെ സമാധാനം കൊണ്ട് നിറയ്ക്കാം. എൻ്റെ മകളെ, ഞാൻ കരുണയും സ്നേഹവും തന്നെയാണെന്ന് പറയുക. ഒരു ആത്മാവ് ശരണത്തോടെ എന്നെ സമീപിക്കുമ്പോൾ അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം കൃപയുടെ സമൃദ്ധി ഞാൻ അതിൽ വർഷിക്കുന്നതുകൊണ്ട് മറ്റാത്മാക്കളിലേക്കും അവ ഒഴുകിയെത്തുന്നു. ആർദ്രതയുള്ള അമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ എൻ്റെ കരുണയുടെ മഹത്വം പ്രചരിപ്പിക്കുന്ന ആത്മാക്കളെ അവരുടെ ജീവിതകാലം മുഴുവൻ ഞാൻ സംരക്ഷിക്കും. അവയുടെ മരണസമയത്ത് ഞാൻ അവർക്ക് വിധിയാളനായിരിക്കുകയില്ല, മറിച്ച് കരുണയുള്ള രക്ഷകനായിരിക്കും. ആ അവസാന മണിക്കൂറിൽ ഒരാത്മാവിന് സ്വന്തമായി പ്രതിരോധിക്കാൻ എൻ്റെ കരുണയല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. ജീവിതകാലം മുഴുവൻ കരുണയുടെ ഉറവിൽ മുങ്ങിക്കിടക്കുന്ന ആത്മാവ് എത്ര സന്തോഷവതിയാണ്! എന്തെന്നാൽ നീതിക്ക് അതിൻ്റെ മേൽ ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ല. ഇതെഴുതുക. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടിരിക്കുന്നതിനേക്കാൾ ആഴമായി അസ്തിത്വമുള്ളതെല്ലാം എൻ്റെ കരുണയുടെ ഉള്ളറയിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ നന്മയിലുള്ള അവിശ്വാസം എത്ര വേദനാജനകമായി എന്നെ വ്രണപ്പെടുത്തുന്നു. അവിശ്വാസത്തിൻ്റെ പാപങ്ങൾ ഏറ്റവും കഠിനമായി എന്നെ മുറിപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നോവിസിൻ്റെ ഡയറക്ടർ സിസ്റ്റർ കല്ലീസ്റ്റ ദൈവകരുണയെക്കുറിച്ച് മനോഹരമായൊരു ഗീതം ആലപിച്ചു. ഈ അഗ്രാഹ്യമായ കരുണയുടെ അഗാധതയെപ്പറ്റി അവൾക്ക് ആഴമായ ജ്ഞാനം നൽകണമെന്ന് ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി കർത്താവിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രകാരം കേട്ടു: ആതിഥേയേ, എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹമേ, നിന്നെ പ്രതി ഞാൻ ഭൂമിയെ അനുഗ്രഹിക്കുന്നു.